ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടുംബശ്രീ ശാരദയുടെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് കഥയിൽ ആദ്യം കാണിക്കുന്നത് സുസ്മിതയും രോഹിത്തിനെയും അതേപോലെ തന്നെ ബാലചന്ദ്രനെയും ആണ്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കാണിക്കുന്നത്. രോഹിത്തിന് കണക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സുസ്മിത ബാലചന്ദ്രനെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിച്ച് കോംപ്രമൈസ് ആവുകയാണ് ചെയ്യുന്നത്. സുസ്മിതയ്ക്ക് എന്നാൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവൾ കാറിലിരിക്കുകയാണ്. എന്നിട്ട് സുസ്മിത ബാലചന്ദ്രനൊപ്പം കാറിൽ പോകുമ്പോൾ സുസ്മിത ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെയോ ഓഫർ പറഞ്ഞതാണല്ലോ, റിസോർട്ടാണോ അതോ സ്ഥലമാണോ വീടാണോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ ഓരോ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവനെ പിടിച്ചോടിച്ച് വിട്ട കാര്യങ്ങളും സുസ്മിത അവനോട് പെരുമാറിയ രീതികളും ഒക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുസ്മിതയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് സുസ്മിതയെ കാറിൽ നിന്ന് ഇറക്കി വിടുകയാണ് ബാലചന്ദ്രൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, നീ അവിടുന്ന് കയറി സത്യഭാമയുടെ വീട്ടിലോട്ട് പോകാനാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ സുസ്മിത എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ബാലചന്ദ്രൻ അങ്ങനെ ചെയ്യുകയാണ്. വേണമെങ്കിൽ ഒരു ഷാളും തരാം, അവിടെ വിരിച്ചിട്ടിരുന്നോളാൻ പറയുന്നുണ്ട്. പിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നീട് കഥയിൽ കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാണ്. അവിടേക്ക് നമ്മുടെ ശ്രീരഞ്ജിനി വരികയാണ്. ശ്രീരഞ്ജിനി ഇപ്പം സസ്പെൻഷനിലിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പോലീസുകാർക്ക് വല്ല വിലയൊന്നും. അതുകൊണ്ട് തന്നെ ശ്രീരഞ്ജിനി സസ്പെൻഷനിലിരിക്കുന്നുണ്ട്. പോലീസുകാർക്ക് ഒരു വിലയില്ല. അവരാണെ കണ്ടിട്ട് ഇതേമാതിരി ശ്രീരഞ്ജിനി ബോസിനെ കാണുമെന്ന് പോലീസുകാരോട് പറയുന്നുണ്ട്. അപ്പം പോലീസുകാർ ബോസിനെ ഫോൺ വിളിക്കുകയാണ്, ശ്രീരഞ്ജിനി മേഡം വന്നിട്ടുണ്ടെന്ന്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ലൗഡ് സ്പീക്കറിലിടാം. എന്നിട്ട് പറയുകയാണ്, ശ്രീരഞ്ജിനി വെറും നോർമൽ സിറ്റിസൺ പോലെയാണ്, എന്തെങ്കിലും പരാതി കൊണ്ട് എഴുതിയിട്ട് പോകാൻ പറയും, ഇപ്പം ഈ പദവിയൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. ഇതേസമയം ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ശാരദാമ്മ ജയിലിനകത്ത്. ശ്രീരഞ്ജിനി ശാരദാമ്മയുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നൊക്കെ പറയുകയാണ്. ശ്രീരഞ്ജിനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് വിഷ്ണു വരുന്നുണ്ട്. വിഷ്ണുവിനോട് ഈ ചെയ്ത് വേണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, പിന്നെ എനിക്ക് എന്ത് വഴിയാണെന്നുള്ള കാര്യം. എന്നിട്ട് അകത്ത് കയറുമ്പോൾ വിഷ്ണു ബോസിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അവിടെ വിഷ്ണു അടിച്ച പോലീസുകാരനും ഉണ്ട്. അപ്പോഴാണ് ശാരദാമ്മയെ വിഷ്ണു കാണുന്നത്. അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്